എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം പറ, ഉറക്കെ പറ. ഇന്നത്തെ വീഡിയോ ഞാൻ ജെമിനിനോട് ചോദിച്ചിട്ട് ഒരു സിമ്പിൾ റെസിപ്പി പറഞ്ഞുതരാൻ പറഞ്ഞതാണ്. അപ്പം എനിക്ക് ഒരു സിമ്പിൾ റെസിപ്പി ജെമിനി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മസാല ഓംപ്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, യൂട്യൂബിൽ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന്. അപ്പോൾ നമ്മളിന്ന് മസാല ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ജെമിനി റെസിപ്പി സീരീസ് ഒക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. കുറച്ച് ലൈക്സ് എനിക്ക് കിട്ടിയിരുന്നു. എൻ്റെ സബ്സ്ക്രൈബർ വെച്ചിട്ട് എനിക്ക് കുറച്ച് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 13 ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് 1 വീക്കിലാണ് 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. അത് ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടാണ് ആയത്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഇനി ലോങ് വീഡിയോസ് ഒക്കെ ഇടണമെന്നുണ്ട്. ഇൻഷാല്ലാ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മസാല ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അതിന് സൈഗു ആണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതാ ഫുൾ. അപ്പോൾ സൈഗു ആണ് ഇന്ന് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകും. നമുക്കത് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഇതിൽ സൈഗു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ട, പിന്നെ ഒരു പകുതി സവാള, പിന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളി, പിന്നെ മല്ലിയിലയും, പിന്നെ കുറച്ച് പച്ചമുളകും. ഇതിൻ്റെ ഉള്ളിൽ പച്ചമുളകും ഉണ്ട് കേട്ടോ. പച്ചമുളകും, പിന്നെ ആവശ്യമുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്താലോ? മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് സവാള കേട്ടോ. പിടിച്ചോ, എടുത്തേ സൈഗു, മിക്സ് ആക്കിക്കോ പയ്യെ പയ്യെ. നെക്സ്റ്റ് തക്കാളിയും മല്ലിയിലയും പച്ചമുളകും ഇടാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നിൽക്ക് 1 മിനിറ്റ്. അതാ ഓക്കെ നിൽക്കട്ടോ. നിൽക്കുമ്പോഴൊന്ന് ഫസ്റ്റ് ആക്കിയിട്ട് പിന്നെ ആക്കണം കേട്ടോ സൈഗു. സൂപ്പർ ആക്കാം. കഴിഞ്ഞോ? മതി കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം. അത് ജിമിനി പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്യണതാണ്. നമ്മൾ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ, ഇപ്പം നമ്മൾ നോർമൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും ഇതുണ്ടാക്കുമ്പോഴും മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാനും നല്ലൊരു ഫ്ലഫി ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് മതി കേട്ടോ. അത് 2 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ മതി വെള്ളം. ഒന്നില്ലെങ്കിൽ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പാൽ ഒഴിക്കുന്നു. അപ്പോൾ നമ്മളൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബട്ടർ യൂസ് ആക്കാം, അല്ലെങ്കിൽ ഓയിൽ യൂസ് ആക്കാം, എന്തെങ്കിലും യൂസ് ആക്കാം. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് സൈഗു? ചൂപ്പറുണ്ടോ? ആ ഓക്കെ. ഇനി സൈഗു ഇതിൽ ഒഴിക്കൂലേ പാനിലേക്ക്? സൂപ്പർ പറഞ്ഞേ. നല്ല രസമില്ലേ സൈഗു കാണാന്? ഇഷ്ടായോ സൈഗുവിന്? സൈഗുന് വേണോ ഓംപ്ലേറ്റ്? വേണമെന്ന് പറ. ഓക്കെ. ലാസ്റ്റ് നമ്മൾ അടുപ്പിന്റെ ഉള്ളിലുണ്ടാവും കേട്ടോ സൈഗു. ഇതാണ് നമ്മുടെ മസാല ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയിലെ കാണാൻ സൈഗു. നല്ല കളർഫുൾ ഓംപ്ലേറ്റ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓംപ്ലേറ്റ്. ഇഷ്ടപ്പെട്ടോ? നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഓംപ്ലേറ്റ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ എടുത്തപ്പോൾ
ഒരു ചെറിയ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് പീസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല റൗണ്ട് ആക്കിയിട്ട്. അങ്ങനെ പൊട്ടിപ്പോയതാ. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ട്രൈ ചെയ്ത് നോക്കാൻ പറ എല്ലാവരുടെ അടുത്തും. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, നമ്മള് നോർമൽ ഓംപ്ലേറ്റ് ഉണ്ടതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി, നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഒരു ഓംപ്ലേറ്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ എന്തായാലും ഓംപ്ലേറ്റ് ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമല്ലോ. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്. നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ഇടില്ലല്ലോ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ജെമിനീൻ്റെ റെസിപ്പി അടിപൊളി, നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇനി നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടും ജെമിനി പറയണ പോലെ റെസിപ്പി. കുറച്ച് വെറൈറ്റി, നമ്മൾ ഡെയിലി ഇപ്പോഴും ഉണ്ടാക്കുന്ന പോലെ അല്ലാണ്ട് കുറച്ച് വെറൈറ്റീസ് ഒക്കെ ജെമിനിയോട് ചോദിക്കട്ടെ, എന്തെങ്കിലും റെസിപ്പി പറഞ്ഞുതരാൻ പറ്റുമെന്ന്. അപ്പം നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾ വേറെ വീഡിയോസിൽ ഞാനും സൈദും കൂടി വരാട്ടോ കുക്ക് ചെയ്യാൻ. ഇത് ഞങ്ങൾ കഴിച്ച് തീർക്കട്ടെ. നല്ല അടിപൊളി ഓംപ്ലേറ്റ്. ബൈ ബൈ. അവിടുത്തെ ഓക്കെ ബൈ.